ഹലോ എവ്രി വൺ. അപ്പോൾ നമുക്ക് എറിത്രോപോയിസ് പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എറിത്രോപോയിസിസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ആർ ബി സി ആണ് എറിത്രോപോയിസിസ്. പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് ആർ ബി സി ആണ് എറിത്രോപോയിസിസ്. ഓക്കെ, ഈ എറിത്രോപോയിസിസ് ജനറലി 6 സ്റ്റേജസിലേക്കാണ് നടക്കുക. ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോ നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോ എറിത്രോബ്ലാസ്റ്റിക് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ആണ് ഏർലി നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്. തേർഡ് സ്റ്റേജ് ആണ് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്. ഫോർത്ത് സ്റ്റേജ് ആണ് ലേറ്റ് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയഡ് ആർ ബി സിസ്. ആൻഡ് ദെൻ ഫിഫ്ത്ത് സ്റ്റേജ് ആണ് റെട്ടിക്കുലോസൈറ്റ്. സിക്സ്ത് സ്റ്റേജ് ആണ് മെച്ചുർ എറിത്രോസൈറ്റ്. ഇങ്ങനെ 6 സ്റ്റേജസിലായിട്ടാണ് ഈ എറിത്രോപോയിസിസ് നടക്കുക. ഈ ജനറലി ഈ 6 സ്റ്റേജസിലും കൂടി നടക്കുന്ന ജനറൽ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോ നോർമോബ്ലാസ്റ്റിൽ നിന്ന് മെച്ചുർ എറിത്രോസൈറ്റ് ആവുന്ന സമയത്ത് സെല്ലിൻ്റെ സൈസ് ചെറുതാവും, അതായത് സെല്ല് സ്മോളർ ആവും. ഫോർ എക്സാമ്പിൾ, പ്രോ നോർമോബ്ലാസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 to 20 മൈക്രോമീറ്റർ ആണ്. അത് ഒരു മെച്ചുർ എറിത്രോസൈറ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ സൈസ് 7.2 ആകും. അങ്ങനെ സൈസിൽ എന്തുണ്ടാവും? ഒരു ഗ്രാജുവൽ ഡിക്രീസ് നമുക്ക് ഈ എറിത്രോപോയിസിസ് പ്രോസസ്സിൽ കാണാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് അതാണ്, സെൽസ് ബിക്കം സ്മോളർ. ആൻഡ് സെക്കൻഡ് പോയിന്റ് ആണ് ഇവിടെ ഹീമോഗ്ലോബിനൈസേഷൻ നടക്കും. അതായത് ബേസോഫിലിക് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഈസ്നോഫിലിക് ആയിട്ട് മാറും. അതായത് ബേസോഫിലിക് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക് ലവിങ് എന്നാണ്. അതായത് ബ്ലൂ കളർ എന്തായിട്ട് മാറും? ഈസ്നോഫിലിക് ആയിട്ട് മാറും. ഈസ്നോഫിലിക് സൈറ്റോപ്ലാസം മീൻസ് പിങ്ക് കളർ. ഓക്കെ, അതായത് ബ്ലൂ കളർ എന്തായിട്ട് മാറും? പിങ്ക് ആയിട്ട് മാറും. സൈറ്റോപ്ലാസത്തിൻ്റെ ബ്ലൂ കളർ പിങ്ക് ആയിട്ട് മാറും. ഓർ ബേസോഫിലിക് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഈസ്നോഫിലിക് ആയിട്ട് മാറും. ഇതിനുള്ള റീസൺ എന്താണ്? അവിടെ ഹീമോഗ്ലോബിനൈസേഷൻ നടക്കുന്നതാണ് ഇതിനുള്ള റീസൺ. ഹീമോഗ്ലോബിനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സൈറ്റോപ്ലാസത്തിലുള്ള RNA ഡിസപ്പിയർ ആയിട്ട് അവിടെ ഹീമോഗ്ലോബിൻ ആഡ് ആവുക. RNA ഡിസപ്പിയർ ആയിട്ട് അവിടെ ഹീമോഗ്ലോബിൻ ആഡ് ആവുക. ഈ പ്രോസസ്സാണ് എന്ത്? ഹീമോഗ്ലോബിനൈസേഷൻ. ഈ പ്രോസസ്സാണ് ഹീമോഗ്ലോബിനൈസേഷൻ. അപ്പോൾ ഹീമോഗ്ലോബിനൈസേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താവും? ബേസോഫിലിക് സൈറ്റോപ്ലാസം ഈസ്നോഫിലിക് ആയിട്ട് മാറും. അതായത് ബ്ലൂ കളർ ഡിസപ്പിയർ ആയിട്ട് അവിടെ പിങ്ക് കളർ വരും. ഓർ RNA ഡിസപ്പിയർ ആയിട്ട് അവിടെ ഹീമോഗ്ലോബിൻ ആഡ് ആവും. ഈ എൻ്റെ പ്രോസസ്സും കൂടി നടക്കും. ഓക്കെ, ഇനി ന്യൂക്ലിയസ് എന്താവും? നമുക്കൊരു സെല്ല് എന്തായാലും ചെറുതാവും. അപ്പോൾ ന്യൂക്ലിയസും ചെറുതാവും. ന്യൂക്ലിയോളിയൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ ഡിസപ്പിയർ ആവും. ക്രൊമാറ്റിനൊക്കെ ചുരുങ്ങിയിട്ട് ഫൈനലി നമ്മുടെ സെല്ലിൽ നിന്ന് പുറത്തു പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ പോയിൻറ്റ്സ്. ഈ എൻ്റെ എറിത്രോപോയിസിസ് നടക്കുന്ന ജനറൽ പോയിൻറ്റ്സ് ഇതാണ്. ഇത് നമുക്ക് ഓരോരോ സെല്ല് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോ നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോ എറിത്രോബ്ലാസ്റ്റിക് സ്റ്റേജ്. ഈ സ്റ്റേജിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിക്കാൻ പറയുന്ന പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മോർഫോളജിക്കലി ഐഡൻറ്റിക്കബിൾ ആയിട്ടുള്ള സെൽ, അതായത് ഏർലിയസ്റ്റ് മോർഫോളജിക്കലി ഐഡൻറ്റിക്കബിൾ സെല്ലാണ് ഏത്? പ്രോ നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്രോ എറിത്രോബ്ലാസ്റ്റ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ ഷേപ്പും സൈസും ആണ്. ഓക്കെ, ഷേപ്പ് എന്താണ്? റൗണ്ട് ടു ഓവലിൻ ഷേപ്പ്. ഇറ്റ് ഈസ് റൗണ്ട് ടു ഓവലിൻ ഷേപ്പ് വിത്ത് ഡയമീറ്റർ ഓഫ് 15 to 20 മൈക്രോമീറ്റർ ഇൻ സൈസ്. ഓക്കെ, ഷേപ്പ് പഠിക്കുക. എന്താണ്? റൗണ്ട് ടു ഓവലിൻ ഷേപ്പാണ്. ആൻഡ് സൈസ് 15-20 മൈക്രോമീറ്റർ ഇൻ സൈസാണ്. ആൻഡ് ഇതിൽ എന്തുണ്ട്? ഈ സെല്ലിൻ്റെ 70 to 80% എന്താണുള്ളത്? ന്യൂക്ലിയസ് ആണുള്ളത്. ഈ സെല്ലിൻ്റെ 70 to 80% ന്യൂക്ലിയസ് ആണുള്ളത്. അതുപോലെ തന്നെ ആ ന്യൂക്ലിയസിനുള്ളിൽ എന്തുണ്ട്? 1 to 3 ന്യൂക്ലിയോളി ഉണ്ട്. എത്ര ന്യൂക്ലിയോളി ഉണ്ട്? 1 to 3 ന്യൂക്ലിയോളി ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റേജ് ഡിവൈഡ് ആവുന്നത് മൈലോയിഡ് ഡിവിഷൻ വഴിയാണ്. ഈ സ്റ്റേജ് ഡെവലപ്പ് ആവുന്നത് മൈലോയിഡ് ഡിവിഷൻ വഴിയാണ്. ഈ പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ ഈ പ്രോ നോർമോബ്ലാസ്റ്റിൽ പഠിച്ചാൽ മതി. മാത്രമല്ല അതിൻ്റെ ഫിഗർ കൂടി നോക്കിക്കണം. ഫിഗർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എക്സാമിന് ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് എഴുതുക ആൻഡ് ആ ഫിഗർ വരയ്ക്കുക. എന്തായാലും മാർക്ക് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജ് നോക്കാം. ഏർലി നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്. ഈ സ്റ്റേജ് സെല്ല് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സെക്കൻഡ് സ്റ്റേജ് അല്ലേ? സെക്കൻഡ് സ്റ്റേജ് ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ സെല്ല് ചെറുതായി വരുന്നു. അപ്പോൾ അതിൻ്റെ സൈസ് ഓട്ടോമാറ്റിക്കലി ചെറുതാവണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഇങ്ങനെ എഴുതുക. ഈ സെല്ലിൻ്റെ സൈസ് പ്രോ നോർമോബ്ലാസ്റ്റിനേക്കാളും ചെറുതാണ്. അതായത് എത്രയാണ്? 14 to 18 ആയിട്ട് മാറും. 15-20 മൈക്രോമീറ്റർ ഉള്ള സെല്ല് 14 to 18 മൈക്രോമീറ്റർ ആയിട്ട് മാറും. സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പോൾ 14 to 18 മൈക്രോമീറ്റർ ആയിട്ട് മാറും. അത് മാത്രമല്ല ഈ സെല്ലാണ് നമ്മുടെ എറിത്രോയിഡ് സീരീസിൽ തന്നെ അല്ലെങ്കിൽ ബോൺ മാരിൽ തന്നെ കാണുന്ന ഏറ്റവും ഡാർക്കർ സെൽ. ബോൺ മാരിൽ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും ഡാർക്കസ്റ്റ് സെൽ ഏതാണ്? ഏർലി നോർമോബ്ലാസ്റ്റിക് സെല്ലാണ്. അതിനുള്ള കാരണം ഈ പേരിൽ തന്നെ ഉണ്ട്. ഇതിന് വേറൊരു പേരാണ് ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്. ബേസോഫിലിക് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലൂ കളറാണെന്ന്. അപ്പോൾ ഈ ബ്ലൂ കളർ ഉള്ളതുകൊണ്ട് തന്നെ
ഇതാണ് എൻ്റെ ഏറ്റവും അത്രയ്ക്ക് ഡാർക്ക് ബ്ലൂ ആയിരിക്കും ഇതിൻ്റെ കളറ്. അതുകൊണ്ട് തന്നെ ഇതാണ് ബോൺ മാരോയിൽ കാണുന്ന ഏറ്റവും ഡാർക്കസ്റ്റ് സെല്ല്. പിന്നെ നമുക്ക് പറയാം ഈ സ്റ്റേജിൽ വെച്ചിട്ട് എന്താണ് ന്യൂക്ലിയസിൻ്റെ സൈസൊക്കെ ചെറുതായി ന്യൂക്ലിയസിൻ്റെ സൈസൊക്കെ ചെറുതാവാൻ സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ ഈ സെല്ലും ഡിവൈഡ് ആകുന്നത് മൈറ്റോഡ് ഡിവിഷൻ വഴിയാണ്. ആൻഡ് അതിൻ്റെ ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഈ പോയിന്റ്സ് മാത്രം മതി. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതേണ്ടത് ഇതിൻ്റെ സൈസ് എഴുതണം. ആൻഡ് ദെൻ ഇതിൻ്റെ ഫീച്ചർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഇതാണ് ഡാർക്ക് സെല്ലിൻ്റെ ബോൺ മാരോ. ഇത് എഴുതുക. പിന്നെ നിങ്ങൾ എഴുതണം എന്താണ് ഇത് ഡിവൈഡ് ആകുന്ന മൈറ്റോഡ് ഡിവിഷൻ വഴിയാണ്. ആൻഡ് ദെൻ ഈ ഡാർക്ക് കളറിന് കാരണം എന്താണ് ആർണിൻ്റെ പ്രസൻസ് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് ആർണിനെ എവിടെ കാണും ഈ സ്റ്റേജിൽ കാണും. അതുകൊണ്ടാണ് ഈ സ്റ്റേജിനെ ഡാർക്ക് സെല്ലിൻ്റെ ബോൺ മാരോ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി തേർഡ് നോക്കാം. അടുത്തതാണ് ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്. ഈ ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് സൈസാണ്. സൈസ് എത്ര ആയിട്ടുണ്ട്? 11 to 15 ആയിട്ടുണ്ട്. സൈസ് എത്ര ആയിട്ടുണ്ട്? 11 to 15 ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പോളിക്രോമാറ്റിക് എന്നുള്ള ഈ നെയിമിൽ നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം. ക്രോം എന്ന് വെച്ചാൽ എന്താണ്? കളറാണ്. ക്രോം എന്ന് വെച്ചാൽ കളറാണ്. ആൻഡ് പോളി എന്ന് വെച്ചാൽ നമുക്കറിയാം 1 or more എന്നാണ്. ഓക്കെ, അപ്പോൾ ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അവിടെ ഒരു കളറല്ല ഒന്നിൽ കൂടുതൽ കളർ കാണിക്കുന്നുണ്ട്. ഈ സ്റ്റേജ് എന്താണ് ഒന്നിൽ കൂടുതൽ കളർ കാണിക്കുന്നുണ്ട്. അതായത് ആദ്യം ഇതിൻ്റെ കളർ ബ്ലൂ ആയിരിക്കും, ബ്ലൂ ടു ഗ്രേ ആവും, ബ്ലൂ കളർ ഗ്രേ ആവും, ആൻഡ് ദെൻ ടുവേർഡ്സ് പിങ്ക്. അതായത് ഇതിൻ്റെ കളർ ബ്ലൂവിൽ നിന്ന് പിങ്ക് ആവും. വിച്ച് മീൻസ് അവിടെ എന്താണ് ഹീമോഗ്ലോബിനൈസേഷൻ സ്റ്റാർട്ടാവും. അവിടെ എന്താണ് ഹീമോഗ്ലോബിനൈസേഷൻ സ്റ്റാർട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഹീമോഗ്ലോബിനൈസേഷൻ സ്റ്റാർട്ടാകുന്ന സ്റ്റേജാണ് ഏത്? ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാര്യം പഠിക്കണം. ചിലപ്പോൾ വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. എറിത്രോയിഡ് സെൽസിൽ ഹീമോഗ്ലോബിനൈസേഷൻ സ്റ്റാർട്ടാകുന്ന സെൽ ഏതാണ്? അപ്പോൾ നിങ്ങൾ പറയണം ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പോയിൻറ്റ്സ് അതാണ്. ഒന്നാമത്തെ പോയിൻറ്റ് ഇതിൻ്റെ സൈസ് 11 to 15 ആണ്. ആൻഡ് ദെൻ ഇവിടെ ഹീമോഗ്ലോബിനൈസേഷൻ സ്റ്റാർട്ടാവും. അതായത് നിങ്ങൾക്ക് വേറൊരു പോയിൻ്റ് ആയിട്ട് എഴുതാം. സൈറ്റോപ്ലാസ്റ്റിൻ്റെ കളർ എന്താവും? ബ്ലൂവിൽ നിന്ന് ഗ്രേ ആവും, പിന്നീട് പിങ്ക് ആവും. ഓക്കെ, ബേസോഫിലിക് സൈറ്റോപ്ലാസം ഈസ്നോഫിലിക് ആവും. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ 3 പോയിൻറ്റ്സ്. ഒന്ന് സൈസ് എഴുതുക, ആൻഡ് ദെൻ ഹീമോഗ്ലോബിനേഷൻ സ്റ്റാർട്ടാവും. അതായത് ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും സൈറ്റോപ്ലാസ്റ്റിൻ്റെ കളർ ബ്ലൂവിൽ നിന്ന് ഗ്രേ ആവും, ഗ്രേയിൽ നിന്ന് പിങ്ക് ആവും. ഓക്കെ, ആൻഡ് ദെൻ ഈ ഫിഗർ നോക്കി വെക്കുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ നെക്സ്റ്റ് ആണ് ലേറ്റ് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഓർത്തോഗോമാറ്റിക് നോർമോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയേറ്റഡ് RBC. ഈ സ്റ്റേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റേജിൽ നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പോയിൻറ്റ് ഈ സെല്ലിൻ്റെ സൈസാണ്. സൈസ് പിന്നെയും കുറഞ്ഞു. അതായത് ഫസ്റ്റ് 15-20 ഉണ്ടായിരുന്നത് 14-18 ആയിട്ട് മാറി. അത് പിന്നീട് 11 to 15 ആയിട്ട് മാറി. ആൻഡ് ദെൻ 8 to 12 ആയിട്ട് മാറി. എത്ര സൈസായിട്ട് മാറി? 8 to 12 ആയിട്ട് മാറി. ഓക്കെ, ആൻഡ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ന്യൂക്ലിയസ് കാണാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഏതാണ്? ലേറ്റ് നോർമോബ്ലാസ്റ്റ് ആണ്. കണ്ടോ, ഇത് ന്യൂക്ലിയസ് ഇങ്ങനെ ഇതാണ് ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസ് കാണാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ലേറ്റ് നോർമോബ്ലാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് കാണാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് സെൽ അല്ലെങ്കിൽ സ്മോളസ്റ്റ് ന്യൂക്ലിയേറ്റഡ് സെല്ലാണ് ഏത്? ലേറ്റ് നോർമോബ്ലാസ്റ്റ്. ഓക്കെ, ദെൻ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കിട്ടി ഇതിൻ്റെ ന്യൂക്ലിയസ് എവിടെയാണ്? എസെൻട്രിക്കൽ പ്ലേസ് ആണ്. എസെൻട്രിക്കൽ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഒരു സൈഡിലേക്കാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് എന്നതിന് എസെൻട്രിക്കൽ പ്ലേസ് ആണ്. അപ്പോൾ 2 പോയിന്റ് കിട്ടി. എന്താണ്? ഒന്നാമത്തെ പോയിന്റ് ഇതിൻ്റെ സൈസ് 8 to 12 ആണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് ന്യൂക്ലിയേറ്റഡ് സെൽ ഇതാണ്. ആൻഡ് ദെൻ തേർഡ് പോയിന്റ് ഇത് ന്യൂക്ലിയസ് എങ്ങനെയാണ്? എസെൻട്രിക്കലി പ്ലേസ്ഡ് ആണ്. ന്യൂക്ലിയസ് എങ്ങനെയാണ്? എസെൻട്രിക്കലി പ്ലേസ്ഡ് ആണ്. ആൻഡ് ദെൻ ഒരു പോയിന്റ് കൂടി നിങ്ങൾ അഡീഷണലി പഠിച്ചു വെക്കുക. ഇതിന് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എറിത്രോസൈറ്റിൻ്റെ പോലെ തന്നെയാണ് കാണാൻ പറ്റുക. ഇതിന് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു എറിത്രോസൈറ്റിൻ്റെ പോലെ തന്നെയാണ് കാണാൻ പറ്റുക. ഇനി ഈ പോയിന്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും ഈ 3 പോയിന്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഏതൊക്കെ പോയിന്റ്സ്? സൈസ്, സ്മോളസ്റ്റ് ന്യൂക്ലിയേറ്റഡ് സെല്ലാന്നുള്ള പോയിന്റ്, ആൻഡ് ദെൻ ന്യൂക്ലിയസ് എസെൻട്രിക്കലി പ്ലേസ്ഡ് ആണ്. ഈ പോയിന്റ്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ആൻഡ് ദെൻ ഇനി നമുക്ക് പറയാനുള്ളതാണ് റെട്ടിക്കുലോസൈറ്റ്. ഈ റെട്ടിക്കുലോസൈറ്റ് എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് പുറത്തായി കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ്. അതായത് ഇപ്പോൾ ലേറ്റ് നോർമോബ്ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിലുള്ള ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ഇതാണ്. അപ്പോൾ ഇതിന് ഈ ന്യൂക്ലിയസ് ജസ്റ്റ് പുറത്ത് പോയി, ജസ്റ്റ് ഇജക്റ്റ് ഔട്ടായി, എന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്റ്റേജാണ് റെട്ടിക്കുലോസൈറ്റ് സ്റ്റേജ്. ഈ സ്റ്റേജ് നമുക്ക് ഇന്ന് നോക്കാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ മെയിൻ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. എന്നാലും ഞാൻ ഷോർട്ട് പോയിന്റ്സും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സും സെപ്പറേറ്റ് പറഞ്ഞുതരാം. ഓക്കെ,
റെട്ടിക്കുലോസൈറ്റ്. ഈ സെൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ന്യൂക്ലിയസ് ജസ്റ്റ് ഇജക്റ്റ് ഔട്ട് ആയതിനു ശേഷമുള്ള സ്റ്റേജാണ്. ദീസ് ആർ ദ സെൽസ് ജസ്റ്റ് ആഫ്റ്റർ ദ ന്യൂക്ലിയസ് ഹാവ് ബീൻ ഇജക്റ്റഡ്. ന്യൂക്ലിയസ് ജസ്റ്റ് ഇജക്റ്റ് ഔട്ട് ആയി പുറത്തു പോയതിന് ശേഷം കാണുന്ന സ്റ്റേജാണ് റെട്ടിക്കുലോസൈറ്റ് സ്റ്റേജ്. ഓക്കെ, അതായത് ന്യൂക്ലിയസ് കാണില്ല. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേറ്റ് നോർമോബ്ലാസ്റ്റിക് സ്റ്റേജ് ആണ് ന്യൂക്ലിയസ് കാണുന്ന ലാസ്റ്റ് സ്റ്റേജ്. റെട്ടിക്കുലോസൈറ്റ് സ്റ്റേജിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, ഇനി നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം. ഈ സ്റ്റേജിലും എന്താണ്? ഫുള്ളി ഹീമോഗ്ലോബിനൈസേഷൻ ഫസ്റ്റിന് കംപ്ലീറ്റ് ആവില്ല. അതായത് ആറിന് കംപ്ലീറ്റ്ലി ആറിനെ പുറത്ത് പോയിട്ടുണ്ടാവില്ല. അതായത് സ്മോൾ എമൗണ്ട് ഓഫ് ആറിൻ്റെ ലെഫ്റ്റ് സൈറ്റോപ്ലാസം വിച്ച് ഈസ് സ്പെസിഫിക്കഡ് ബൈ സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ്. അതായത് സൈറ്റോപ്ലാസത്തിൽ കുറച്ച് ആറിനെ ബാക്കി ഉണ്ടാവും, കുറച്ച് ആറിനെ പോയിട്ട് ഹീമോഗ്ലോബിൻ ആവാൻ വേണ്ടിയിട്ട് ബാക്കി ഉണ്ടാവും. ആൻഡ് അങ്ങനെ ബാക്കിയുള്ള ഈ ആറിനെ നമുക്ക് എങ്ങനെയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുക? സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ് ഉപയോഗിച്ചിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റുക. ഈ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ്? സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സ്മോൾ എമൗണ്ട് ഓഫ് ആർഎൻഎനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, ഒരു റെട്ടിക്കുലോസൈറ്റിന് മെച്യൂർ ആണെങ്കിൽ ഏകദേശം 2 days എടുക്കും. ഒരു റെട്ടിക്കുലോസൈറ്റിന് മെച്യൂർ ആണെങ്കിൽ 24 to 48 hours എടുക്കും. അങ്ങനെ ഈ മെച്യൂർ ആണ് സമയം ഉണ്ടാവില്ലേ? ഈ മെച്യൂർ ആണ് സമയം കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫുൾ ആറിനെ പോയിട്ട് ഹീമോഗ്ലോബിൻ വന്നിട്ടുണ്ടാവില്ല എന്ന്. അങ്ങനെ ഈ മെച്യൂർ ആണ് സമയത്താണ് ബാക്കിയുള്ള 20% ഹീമോഗ്ലോബിനും വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു റെട്ടിക്കുലോസൈറ്റിന് മെച്യൂർ ആവാൻ 24 to 48 hours എടുക്കും, അഥവാ 2 days എടുക്കും. ഈ 2 days സമയം കൊണ്ടാണ് ബാക്കി ഒരു 20% ഹീമോഗ്ലോബിൻ കൂടി ആഡ് ആവാനുണ്ടാവും. അങ്ങനെ ഈ 20% ഹീമോഗ്ലോബിൻ കൂടി ആഡ് ആയിട്ട് അവിടെയുള്ള ആറിന് ഡിസപ്പിയർ ആവും. ഹീമോഗ്ലോബിൻ വരുന്നെങ്കിൽ ആറിന് ഡിസപ്പിയർ ആവേണ്ടത്. അങ്ങനെ കുറച്ച് ആറിന് ബാക്കി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ആറിന് ഡിസപ്പിയർ ആവല് ഈ ഒരു മെച്യൂറേഷൻ ടൈമിലാണ്, അഥവാ 24 to 48 hours-നുള്ളിലാണ്. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ട വേറെ കാര്യം എന്ന് പറയുന്നത്, ഈ അധിക സമയത്തും ഈ റെട്ടിക്കുലോസൈറ്റ്സ് നമ്മളെ ബോൺ മാരോയിൽ തന്നെയാണ് ഉണ്ടാവുക. അധിക സമയത്തും റെട്ടിക്കുലോസൈറ്റ്സ് നമ്മളെ ബോൺ മാരോയിൽ തന്നെയാണ് ഉണ്ടാവുക. എന്നാലും കുറച്ച് മാത്രം എവിടെ കാണാൻ പറ്റും? പെരിഫറൽ ബ്ലഡിൽ കാണാൻ പറ്റും. കുറച്ച് മാത്രം എവിടെ കാണാൻ പറ്റും? പെരിഫറൽ ബ്ലഡിൽ കാണാൻ പറ്റും. ഇനി നിങ്ങൾ പഠിക്കേണ്ട വേറെ കാര്യമാണ് പെരിഫറൽ ബ്ലഡിൽ കാണുന്ന റെട്ടിക്കുലോസൈറ്റിൻ്റെ നോർമൽ കൗണ്ട്. പെരിഫറൽ ബ്ലഡിലെ റെട്ടിക്കുലോസൈറ്റിൻ്റെ നോർമൽ കൗണ്ട് എന്ന് പറയുന്നത് 0.5 to 2% ആണ്. 0.5 to 2% ആണ് പെരിഫറൽ ബ്ലഡിൽ കാണുന്ന റെട്ടിക്കുലോസൈറ്റിൻ്റെ നോർമൽ കൗണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ എന്താണ്? ഇതിൽ നിന്ന് ന്യൂക്ലിയസ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിലുള്ള 24 to 48 hours ഉണ്ട്. ഇതിലുള്ള ബാക്കിയുള്ള റെസിഡ്യൂൽ ആറിനെ ഡിസപ്പിയർ ഇവിടെ ഹീമോഗ്ലോബിൻ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ ഒരു എറിത്രോസൈറ്റിനെ പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് എറിത്രോസൈറ്റിനേക്കാളും സ്ലൈറ്റ്ലി ലാർജർ ആയിരിക്കും. ഈ സെൽ എന്താണ്? എറിത്രോസൈറ്റിനേക്കാളും സ്ലൈറ്റ്ലി ലാർജർ ആയിരിക്കും. അപ്പോൾ റെട്ടിക്കുലോസൈറ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ്, ഈ റെട്ടിക്കുലോസൈറ്റ് എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ഇജക്റ്റഡ് ആയിട്ടുള്ള അടുത്ത സ്റ്റേജാണ്, പിന്നെ കാണാൻ പറ്റുന്ന സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ എന്താണ്? കുറച്ച് ആറിനെ ഉണ്ടാവും. ആ ആറിനെ നമുക്ക് സുപ്രാവൈറ്റൽ സ്റ്റെയിനിങ് വഴി പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ഇതിന് ഈ റെട്ടിക്കുലോസൈറ്റിന് മെച്യൂർ ആവാൻ ഏകദേശം 24 to 48 hours സമയം എടുക്കും. ഈ സമയം കൊണ്ടാണ് ബാക്കിയുള്ള 20% ഹീമോഗ്ലോബിനും കൂടി ഉണ്ടാവുന്നത്. അങ്ങനെ അപ്പോൾ ഹീമോഗ്ലോബിൻ വരുമ്പോൾ എന്താണ്? റെസ്റ്റുലാറിനെ ഡിസപ്പിയർ ആവുന്നത്. ഓക്കെ, പിന്നെ മോസ്റ്റ് ഓഫ് ദ സമയത്തും ഈ റെട്ടിക്കുലോസൈറ്റ് ബോൺ മാരോയിലാണ് കാണുന്നത്. പക്ഷേ ചിലത് കുറച്ച് എവിടേക്ക് പോകും? പെരിഫറൽ ബ്ലഡിലേക്ക് പോകും. അങ്ങനെ പെരിഫറൽ ബ്ലഡിൽ കാണുന്ന റെട്ടിക്കുലോസൈറ്റ് നോർമൽ കൗണ്ട് എന്ന് പറയുന്നത് 0.5 to 2% ആണ്. പിന്നെ നമുക്ക് പറയാം ഈ സെല്ല് മെച്യൂർ എറിത്രോസൈറ്റിനേക്കാളും സ്ലൈറ്റ്ലി ലാർജറാണ്. ഓക്കെ, അപ്പോൾ റെട്ടിക്കുലോസൈറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള മെച്യൂർ എറിത്രോസൈറ്റിലേക്ക് കടക്കാം. മെച്യൂർ എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് നമുക്കറിയാം എത്രയാണ്? 7.2 micrometer ആണ്. സൈസ് എത്രയാണ്? 7.2 micrometer ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രോനോർമോബ്ലാസ്റ്റിൽ നിന്ന് മെച്യൂർ എറിത്രോസൈറ്റ് ആവാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും? ഫസ്റ്റ് പോയിന്റ് കംപ്ലീറ്റ് എബൌട്ട് 21 days എടുക്കും. അതായത് 21 days 21 ദിവസത്തിന് മുകളിലെടുക്കും. എന്തിന്? കംപ്ലീറ്റ് മെച്ചുറേഷൻ വേണ്ടിയിട്ട് ഈ പ്രോനോർമോബ്ലാസ്റ്റിൽ നിന്ന് മെച്യൂർ എറിത്രോസൈറ്റ് ആവാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും? എബൌട്ട് 21 days എടുക്കും. 21 days എടുക്കും. ഓക്കെ, എബൌട്ട് 21 days മുകളിലെടുക്കും. ഒരു പ്രോനോർമോബ്ലാസ്റ്റിൽ നിന്ന് ഒരു മെച്യൂർ എറിത്രോസൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് സെക്കൻഡ് പോയിന്റ് നമുക്കറിയാം ഇതിൻ്റെ സൈസ് 15 to 20 നിന്ന് എത്രയായിട്ട് ചുരുങ്ങി? 7.2 ആയിട്ട് ചുരുങ്ങി. ഓക്കെ, അപ്പോൾ ഇതൊരു മെച്യൂർ എറിത്രോസൈറ്റ് ആയിട്ടുണ്ട്. ഈ മെച്യൂർ എറിത്രോസൈറ്റ് ആയി കഴിഞ്ഞാൽ അതിനെന്താണ്? ഫർദർ അതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. ഇതിൽ നിന്ന് പിന്നീട് എന്താകാൻ പറ്റില്ല? അതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, കാരണം എന്താണ്, അവിടെ ഹീമോഗ്ലോബിൻ അക്യുമുലേറ്റ് ആയി, ഫുള്ള് ആറിന് പോയിട്ട് അവിടെ ഹീമോഗ്ലോബിൻ അക്യുമുലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ ഫർദർ ഡിവൈഡിങ് പോസിബിൾ അല്ല. സെൽ ലോസസ് കപ്പാസിറ്റി ടു ഡിവൈഡ് വിത്ത് ദി അക്യുമുലേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ അക്യുമുലേറ്റ് ആയതുകൊണ്ട് തന്നെ സെല്ലിന് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലോസ് ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, നമ്മൾ ഒരുപാട് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബേസോഫിലിക് ആയിട്ടുള്ള സൈറ്റോപ്ലാസം എന്തായിട്ട് മാറും, ഈസോഫിലിക് ആയിട്ട് മാറും. അതായത് സൈറ്റോപ്ലാസം ബ്ലൂ കളറുള്ളത് എന്തായിട്ട് മാറും, പിങ്ക് കളറായിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ന്യൂക്ലിയസ് ചെറുതായിട്ടുണ്ട് ആൻഡ് ഫൈനലി അറ്റൈൻസ് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ്. ഈ നമ്മുടെ സെല്ല് ഫൈനലി എന്തായിട്ട് മാറും, ഒരു ബൈകോൺകേവ് ആയിട്ടുള്ള ഡിസ്ക് ഷേപ്പായിട്ട് മാറും. ഇത് സൈസ് എത്രയാണ്, 7.2 മൈക്രോമീറ്റർ. ഓക്കെ, ആൻഡ് ദെൻ ഈ ആർ ബി സിൻ്റെ എന്താണ് സർവൈവൽ പീരീഡ് എത്രയാണ്, ആർ ബി സിൻ്റെ സർവൈവൽ പീരീഡ് എത്രയാണ്, 120 ഡേയ്സ് ആണ്. ആർ ബി സിൻ്റെ സർവൈവൽ പീരീഡ് എത്രയാണ്, 120 ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെച്യൂർ എറിത്രോസൈറ്റുള്ളത്. നമുക്ക് ഈ എല്ലാ സൈസിൻ്റെ ഫിഗേഴ്സ് ഒന്ന് ഫൈനലി നോക്കാം. പ്രോ നോർമോബ്ലാസ്റ്റ് ഇതാണ്, കണ്ടില്ലേ, സൈസ് ലെവൽ ഇതാണ്, എത്രയായിരുന്നു, 15-20 ആയിരുന്നു സൈസ്. എന്നിട്ട് ഏർലി നോർമോബ്ലാസ്റ്റ് ആയ സമയത്ത് അതിൻ്റെ സൈസും ചെറുതായിട്ടുണ്ട്. ന്യൂക്ലിയോൾ ഇവിടെ 1-3 ഉണ്ടായിരുന്നു, ഇവിടെ ന്യൂക്ലിയോളിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സൈസ് 14-18 ആയിട്ടുണ്ട്, 14-18 മൈക്രോമീറ്റർ ആയിട്ടുണ്ട്. എന്നിട്ട് ഇൻ്റർമീഡിയറ്റ് ആയ സമയത്ത് 11-15 സൈസ് ഒന്നും കൂടി ചെറുതായി, 11-15 ആയി. ആൻഡ് ഈ സ്റ്റേജിലായിരുന്നു എന്ത്, ഹീമോഗ്ലോബിനൈസേഷൻ സ്റ്റാർട്ട് ആയത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ഇനി ലേറ്റ് നോർമോബ്ലാസ്റ്റ് ആയ സമയത്ത് അതിൻ്റെ സൈസ് ഒന്നും കൂടി ചെറുതായിട്ടുണ്ട്. അത് മാത്രമല്ല എത്രയാണ്, 8-12 ആയിട്ട്, 8-12 സൈസ് ആയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ നമ്മുടെ ന്യൂക്ലിയസ് എന്താണ്, എസെൻട്രിക്കലി പ്ലേസ്ഡ് ആണ്. ഈ ഫിഗർ നോക്കിയാൽ തന്നെ കിട്ടും. ആൻഡ് ദെൻ റെറ്റിക്കുലോസൈറ്റ് എന്ന് പറയുമ്പോൾ മെച്യൂർ എറിത്രോസൈറ്റിനേക്കാളും സ്ലൈറ്റ്ലി ലാർജർ ആണ്. ഓക്കെ, ആൻഡ് ദെൻ മെച്യൂർ എറിത്രോസൈറ്റ്. ഇത്രയാണ് എന്ത്, എറിത്രോപോയിസിസ്.